ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 12:30, അതായത് പാതിരാത്രി 12:30. ഓക്കെ, ഈ ഒരുങ്ങിക്കെട്ടി എവിടെ പോകണമെന്ന് വെച്ചാൽ ഒരുങ്ങിക്കെട്ടിയൊന്നുമില്ല, ഇങ്ങനെ പെട്ടെന്ന് പോകണതൊക്കെ ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. ഇത് പർദ്ദയല്ല, എന്നാൽ കളർ ഡ്രസ്സും അല്ല കേട്ടോ രണ്ട്. പിന്നെ എന്താണെന്ന് എനിക്ക് പറഞ്ഞിടാ, അത് വിട്ടേര്. ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എന്തിനാന്ന് വെച്ചാലേ ഒരു ചായ കുടിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൈബ് അടിക്കാൻ ചില്ലടിക്കാൻ പോകുന്നതാണെന്ന്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ നമ്മുടെ കർണൂറൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ലേശം ലിപ്സ്റ്റിക്കും കുറച്ച് സ്പ്രേയും അടിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങും, ഒരു ഷോൾ ഇട്ടിട്ട്. പിന്നെ ചെവിയിൽ കമ്മലിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടി വെച്ച് ആരെങ്കിലും കണ്ടാലോ, കാണുമല്ലോ, കാണാതെ എവിടെ പോകാനാ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വൃത്തിക്കും എനിക്കും കാണാൻ കുറച്ച് കുഴപ്പമില്ലാണ്ട് ഇരിക്കണ്ടേ, ആ ഒരു ദുരുദ്ദേശമൊക്കെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ ചില്ലടിക്കാനും വൈബടിക്കാനും ഒന്നും അല്ല കേട്ടോ ഞാൻ ഈ പോകുന്നത്. അതായത് രാത്രി 12:30 ആയി പറഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാത്തത് ഇന്നലെയൊന്നും അല്ല കേട്ടോ, കുറേ നാളായി ഉറക്കം ഇല്ലാണ്ട്. ഡോക്ടറെ കാണിച്ച് ഡോക്ടറിന് ഉറക്കം വരുന്നല്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. അത് എന്താണോ എന്തോ, അവസാനം ഡോക്ടർ തന്നെ തലകഴുകി വിട്ടതുപോലത്തെ ഒരു അവസ്ഥയാണ് ഞാൻ. പിന്നെ ഒരു ചായ അങ്ങോട്ട് കുടിച്ചു. പിന്നെ ഞാൻ ആദ്യം ആ ബംഗാളിയെ കാണിച്ചത് എന്തിനാണെന്നറിയാം, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോകാമെന്നങ്ങ് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അങ്ങ് തൃപ്തി വന്നില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും കേട്ടോ, പക്ഷേ ചായ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അഡിക്റ്റാണ് ഞാൻ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മിൻറ്റ് ടീയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പറഞ്ഞ ബംഗാളിൻ്റെ അടുത്ത് ഒരു മിൻറ്റ് ടീ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പറഞ്ഞപ്പോഴത്തേക്കില്ലയോ അയാൾ ലെമൺ ടീ എടുത്ത് തന്നിട്ട് പറയുക, അരേ ഭായ് ഇവിടെ മിൻറ്റ് ടീ എന്ന് പറഞ്ഞാൽ ലെമൺ ഒഴിച്ചാൽ തരുന്നതെന്ന് അവൻ്റെ ഭാഷയിൽ അവൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞു. എനിക്കെന്തോ അങ്ങ് തൃപ്തി വന്നില്ല. ഞാൻ ആ കടയിലെ ഓണറിനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ മിൻറ്റ് ടീ എന്ന് പറഞ്ഞാൽ ലെമണാണോ ഒഴിച്ച് തരുന്നതെന്ന് ചോദിച്ചാൽ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആ ഭായിനോട് അങ്ങ് പറഞ്ഞേക്ക് പൊട്ടനും പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മൂന്നാമതൊരു ചായ മിൻറ്റ് ടീയും കൂടെ ഓർഡർ ചെയ്ത് അങ്ങ് കുടിക്കേണ്ടി വന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ, എനിക്ക് മാത്രമല്ലല്ലോ കുറേ ആൾക്കാർക്ക് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു. ആ ഷോപ്പ് നിറയെ ആൾക്കാരായിരുന്നു, പെണ്ണോ ആണോ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ചരിത്രം സൃഷ്ടിച്ച മിൻറ്റ് ടീ. ഉറക്കമില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ വേറെ ആരെങ്കിലുമൊക്കെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ആക്കുന്ന ആ ടിപ്പ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ. പിന്നെ കണ്ണടച്ചാൽ ഉറക്കം വരും, പോയി കിടന്നാൽ മതി ഉറക്കം വരും എന്നുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ള കോമഡി ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഡോക്ടറിനെയൊക്കെ ഞാൻ കുറേ കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ ഡോക്ടറും ചോദിച്ചു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോയെന്ന്. ഞാൻ അവസാനം ഡോക്ടറിനോട് ആ നഗ്ന സത്യം അങ്ങ് പറയേണ്ടി വന്നു. ഉറക്കം വരാത്തത് എന്തേ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഡോക്ടറൊക്കെ ഇങ്ങനെ തലയിൽ കൈവച്ച് നോക്കുക, എന്താ ഈ കുട്ടിക്ക് പ്രശ്നം. ഞാൻ മുന്നേ കാണിച്ച ആ ഭായില്ലയോ, ആ ഭായിനെ ഞാനൊരു 7 മാസത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. ഈ സെയിം ഹെൽമെറ്റ് ആ ഭായിയുടെ തലേന്ന് ഊരത്തേ ഇല്ലായിരുന്നു കേട്ടോ. എന്ത് മനുഷ്യനെ തല വേദനിക്കത്തില്ല ഇത്രയും നേരം ഇടുമ്പോഴത്തേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സമയം കാണിക്കാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ ഞാൻ പിന്നെ സമയം കാണിച്ചത് 1:18 കഴിഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ നടന്നു വന്നു. ഈ പോകുന്ന കണ്ടാത്തൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഉറങ്ങാനാണെന്ന്. അങ്ങനെയൊന്നുമില്ല, വീണ്ടും ഉറക്കം വരാത്തത് എന്താ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കട്ടെ, എന്നാൽ നിങ്ങൾ കിടന്നോളൂ. ബൈ.